റെഡിയായോ? ചിക്കു നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എത്ര ഒരു 4 മണിക്കൂർ ഇറങ്ങി അല്ലേ? 4 മണിക്കൂർ ഇറങ്ങി. അപ്പം ഇന്ന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശീഘ്രം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം കുറച്ച് ഡ്രസ്സ് എടുത്താൽ മതി. ഉള്ളത് വെച്ച് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ഞാൻ വിചാരിച്ച 2 ടോപ്പ് എടുക്കുവാണെങ്കിൽ സെയിം ബോട്ടത്തിന് മാറിയിടാമല്ലോ. മതി. കുറച്ച് മാക്സിമം സാധനം തുടങ്ങി. നമ്മൾ യാത്ര പോകാൻ വേണ്ടി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഴയ കാരവാനകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അത്യാവശ്യ വഴിക്ക് പോകുന്നല്ലേ, ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് ഫോറസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് ബ്ലൂബെറി പറിക്കണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ പഴയ ഒരു കാരവാനാണ്. അതുകൊണ്ട് സൗകര്യം കുറവുണ്ട്, പഴയ മോഡലാണ്. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പപ്പയ്ക്ക് ചെയറിലെടുത്താ ബക്കറ്റുകൾ ഒന്ന് കഴുകിയെടുക്കണം. അതുപോലെ നമ്മൾ ബ്ലൂബെറി പറിക്കാൻ പോവുകയാണെങ്കിൽ, കാരണം സമയം സാഹചര്യം എങ്ങനെയെന്ന് അറിയത്തില്ല, അങ്ങനെയാണെങ്കിൽ 10-20 ലിറ്റർ പറിക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു. സ്ട്രോബെറി ഉണ്ട്, ഓൾറെഡി ഉണ്ട്. നമ്മളൊരു 12 മണി കഴിയുമ്പോൾ പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ നമുക്ക് 12:30 അപ്പോൾ നമുക്ക് ചോറ് കഴിച്ചിട്ട് പോകാം അല്ലേ? ബിരിയാണിക്കാണെങ്കിലും ഒരു ദിവസത്തേക്കുള്ളത് എടുത്താൽ പോരെ? ബിരിയാണി ഒരു ബിരിയാണി വേണം. പപ്പ രാവിലെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒത്തിരി സ്ഥലം കാണാൻ വേണ്ടി പോകുന്നതൊന്നുമല്ല, നമ്മൾ ഓൾറെഡി പോയ സ്ഥലങ്ങളാണ് കുറേ വർഷം മുമ്പ്. അപ്പോൾ ഒരു യാത്രയാണ്, ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യത്തിൽ നമ്മൾ ചെറിയൊരു യാത്ര. പപ്പ രാവിലെ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചാൽ. യശുക്കുട്ടി നമുക്ക് പോകണ്ടേ? യശുക്കുട്ടിയായിട്ട് കുറച്ച് ദിവസം മാറി നിന്നിട്ടില്ല, യാത്രയായിട്ട് അങ്ങനെ മാറി നിന്നിട്ടില്ലോ നമ്മൾ നാട്ടിലൊക്കെ പോയതല്ലാണ്ട്. ഇല്ലല്ലോ, ഇത് അവന്റെ അടുത്ത പ്രാവശ്യം റോഡ് ട്രിപ്പ് പോകണം. ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം അല്ലേ? അവന് 1 വയസ്സില്ലായിരുന്നല്ലോ, 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നോർവേക്ക് പോയതാ. ഒത്തിരി നാളായി പോയി നമ്മൾ തോന്നലാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് പോയിക്കൊണ്ടിരുന്നിട്ടേ. അപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ മസാല എടുത്തിട്ടുണ്ട്. സാഹചര്യം പോലെ നമ്മളെ സാധാരണ രീതിയിൽ ഈസി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഇൻ കേസ് അവിടെ നടക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ വന്നു കഴിയുമ്പം എന്തെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കണം തോന്നി കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയപ്പോണെങ്കിൽ നമ്മളെല്ലാവരും സെയിം ഡ്രസ് ഇടേണ്ടി വന്നില്ല ഒരു വണ്ടിയുടെ. ആ ദിവസത്തിൽ ആ ട്രിപ്പിലാണെങ്കിൽ ഫുൾ ടൈം പാൻ കേക്ക്സ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഒരാഴ്ചത്തേക്ക് കാൽസ്യം, മൾട്ടിവിറ്റമിൻ, അങ്ങനെ ചെക്കി അവൻ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുവാണോ? എന്നെ ഇട്ടോണ്ടിരിക്കുന്നേ? ലഞ്ച് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിരിക്കുന്നു. പുട്ടും പുട്ട് കുറച്ച് ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നു, ഉപ്മാവ് കുറച്ച് ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നു, നമ്മുടെ പോർക്കറി കുറച്ച് ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നു, ചിക്കൻ കറിയുടെ കുറച്ചുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ലെഫ്റ്റ് ഓവർ സാധനങ്ങളെല്ലാം ഇപ്പൊ കഴിച്ചിട്ട് പോവാണ്. ഞാൻ കുക്കർ എടുത്തു കേട്ടെ. അയ്യോ, നമ്മളെ മറ്റേ നെല്ലിക്ക കറപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടില്ലേ, അത് എല്ലാ ദിവസവും നമ്മള് ചൂടാക്കണം. ഇപ്പൊ ഒരാഴ്ച നമ്മൾ മാറി നിൽക്കുമ്പോ പൂത്തു പോത്. നമുക്ക് ആ കലത്തോട് എടുത്തോണ്ട് പോകാൻ പറ്റുമോ? സേഫ് ആയിരിക്കോ? മറ്റേ സിംഗിള് വെച്ചാ പോരെ, നിങ്ങളെ പൊട്ടുവോ? ജസ്റ്റ് എല്ലാ ദിവസവും കുക്ക് ചെയ്ത് ഇച്ചിരി ചൂടാക്കിട്ടൊന്ന് പൊക്കിയിട്ട് വെച്ചാൽ മതി. കണ്ടോ? ചിപ്സ് പോവാണോ? എങ്ങോട്ടാ പോണേ? എങ്ങോട്ട് പോവാ? ഇങ്ങോട്ട് വാ കുട്ടി, വാ ഇങ്ങോട്ട്. ഇവിടെ വണ്ടി. മാളി ഇവിടെയാ. മാളി ചേച്ചിക്ക് ഇവിടെയാ. വാ വണ്ടിക്കെത്താ. കണ്ണ് തെറ്റിയ ഓട്ടോ. വണ്ടി ഇതെല്ലാം ആയിട്ടാണ് ഇറങ്ങണത്. എനിക്ക് വയ്യ,
ഇതേ കാരണം വെച്ചാൽ അത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാധനമാണല്ലോ. ഇൻ കേസ് അതായത് ഒരാഴ്ചക്ക് തനങ്ങാതിരുന്ന് ഉറപ്പായിട്ടും പൂത്തു പോകും. അപ്പൊ നമുക്ക് എടുക്കാം, സൈഡിൽ കുത്തിച്ചാരി വെക്കാലോ. ഇതിന് പൂവുണ്ടാവൂല? ഇതുകൊണ്ട് ചെയ്യാം. ഇതുണ്ടോ? അതല്ല ഇത് കണ്ടോ? ഫോർക്ക് സ്പൂണും വേണമായിരുന്നോ? അതിന്റെ അകത്ത് ഉണ്ടോ? എല്ലാവർക്കും ഓരോന്നും എടുത്തിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം പോകുന്ന പോലെ നമ്മളങ്ങനെ പോകാത്ത സ്ഥലത്തോട്ട് ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടി സ്ഥലം കാണാൻ അങ്ങനത്തെ ഒരു പോക്കല്ല കേട്ടോ. ഇത് ഫിൻലൻഡിൽ തന്നെ നമ്മൾ പണ്ട് ജോൺകുട്ടിയൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ നമ്മൾ പോയിട്ടുള്ള ഒരു സ്ഥലമാണ്. ചക്കിയും മാളും ഉണ്ടായിരുന്ന സമയത്ത് ചക്കി കുഞ്ഞു ബേബി ആയിരുന്നപ്പം പോയതാ. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹം എന്നെങ്കിൽ ഫിൻലൻഡിൽ തന്നെ പിള്ളേരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരാഴ്ച നമുക്ക് ഒരുമിച്ച് ലീവ് വന്നല്ലോ. കാരണം ഈ പ്രാവശ്യത്തെ ലീവ് എല്ലാം നമ്മൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മളിപ്പം അറേഞ്ച് ചെയ്തെടുത്തേക്കുന്നതാണ് 1 വീക്ക് ഫാമിലി ടൈം. നടക്കാൻ പോവാ മാക്സിമം വീടിനകത്ത് തന്നെ നമ്മളിരിക്കും. നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണികളും സംഭവങ്ങളായിരിക്കും. അപ്പൊ അവിടെ വന്നു കഴിയുമ്പോൾ പണി ഉണ്ടാവും ഫുഡ് കഴിക്കുന്ന ടൈമിൽ. അതല്ലാണ്ട് ഫുൾ ടൈം നമ്മൾ ഒരുമിച്ചാണല്ലോ, ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുമിച്ചാണ് ഡിസിഷൻ അല്ലേ. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇറങ്ങുവാണ്, നോക്കാം എങ്ങനെയാന്ന്. എന്താ കഴിക്കുന്ന വെച്ച് കോല് പോലെ നീണ്ടു ഇപ്പണ്ടിട്ടോ ഡീലി ചെയ്യാ. ഇത് എന്നാ പോന്നെ, ഇത് എവിടെ ഇരിച്ചത്? തട്ടുമ്പുറത്ത് കയറി കാലം നിട്ടിരിക്കുന്നവരുണ്ട്. ഓ എന്താ രസം, കുടിക്കാനും കുപ്പിയൊക്കെ വെച്ച് തീറ്റയും കൂടിയൊക്കെ ഇട്ടിരിക്കുവാണ്. കാലൊക്കെ വെച്ച് അത് ഭയങ്കര കോമഡിയുള്ള ഒരു തട്ടുമ്പുറത്ത് ഒരു കാലൊക്കെ നീട്ടി വെച്ചിരിക്കുന്നത്. അവന്റെ കാല് താഴെ പോകത്തില്ല. അപ്പൊ ചുടി ഞാൻ ഈ സാധനങ്ങൾ ഇവിടെ വെക്കട്ടെ. ടിഷ്യൂ പേപ്പറുകളും ഇത് മാള് വേണമെങ്കിൽ എപ്പോഴും വെക്കണേ വെച്ചോ. ഉണ്ടോ? ഈ സാധനങ്ങളെല്ലാം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം താഴെ ചഴി തലയിലേക്ക് വീഴും. അത് നമുക്ക് മാറ്റി വെക്കണം. നമ്മളൊരു വഴിക്ക് ഇറങ്ങുമ്പോഴേ പിന്നെ ഒരു ആചാരമാണല്ലോ, 1 കയറി വെക്കുന്നു, 2 കയറി വെക്കുന്നു. സ്റ്റവ് ഓഫ് ചെയ്തോ, ഫ്രിഡ്ജ് അടച്ചോ, ഡോർ അടച്ചോ, 2-3 വട്ടം ചെക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അന്നേരം ഞാൻ ഒന്നുകൂടെ നോക്കാം. മറ്റേ വെജിറ്റബിളിന് അയ്യോ കലം എന്തിയ മറ്റേ ഏത് ചില്ലി മറ്റേ മൺകലം ഫ്രിഡ്ജിലാണോ? അല്ല അതിന്റെ ബാമ്പു പാത്രത്തിനകത്തുനിന്ന് സാലഡിന്റെ സാധനമൊക്കെ ഫ്രിഡ്ജിൽ കയറ്റിയായിരുന്നോ? കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്പൺ ആയിട്ടിരുന്നോ കയറ്റി വെച്ചായിരുന്നോ? വേണ്ടത് അഥവാ വാടി കഴിഞ്ഞാൽ വന്നു കഴിയുമ്പോൾ വെള്ളം ഒഴിച്ച് ഓക്കെ ആയിക്കോളും. കുറച്ച് ആരോഗ്യം കിട്ടും, കുഴപ്പമില്ലായിരിക്കും. പക്ഷെ ഇത് ഞാൻ പുറത്ത് വെച്ചു, അന്നെങ്കിൽ വണ്ടി ഇറക്കുമ്പോൾ ഞാൻ കയറ്റിയിടാം. പിള്ളേരെ ഓക്കെയല്ലേ? ഇനിയും എന്തൊക്കെയോ ഉണ്ടെന്നുള്ള ചിന്തയാണ്. നോർമൽ ആയിരിക്കും 2 മണിയായി. എനിക്ക് അസക്കുട്ടറെ കട ചിരി വരാ. തട്ടുമ്പുറത്ത് കയറി കാലുണ്ട് ഇരിക്കണ നോക്കിയാല് മറ്റേ പൊക്കപ്പുറത്ത് കയറി ഇരിക്കണ. ആ ചിക്കു കഴിച്ചോ തീറ്റ കൂടിയൊക്കെ ഇട്ടിരിക്കുക. സാധനങ്ങളൊന്നും നമ്മള് വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ എല്ലാം വാങ്ങിച്ചിട്ട് വേണം പോകാൻ വേണ്ടിട്ട്. എന്നാ ചെയ്യണേ? പോയിട്ട് വേറെ എവിടെന്നെങ്കിലും വാങ്ങിയാലോ? അപ്പം ഒന്നാമത് ചൂടുണ്ട്, പിന്നെ അതുപോലെ തന്നെ അങ്ങ് മുന്നോട്ട് നീങ്ങാത്തൊരു ഫീൽ. ഇത് വീടിന്റെ വാഴയ്ക്ക് തന്നെയുള്ള കടയാ. എന്നത് ബിസ്ക്കറ്റ് അല്ലേ? ബിസ്ക്കറ്റ് താക്കുവാണോ? പപ്പയുടെയാണോ താക്കു? പപ്പയത്തു. ആപ്പിളിയാണോ? ആപ്പിളി കിട്ടിയോ? ആപ്പിളി ഇവിടെ ഇരിക്കും നമ്മൾ പോവാം. നമ്മൾ ഇത്ര നേരമായിട്ട് ഒരിടത്ത് വണ്ടി കക്കിയില്ല. വീടിനടുത്ത് തന്നെ വട്ടം തെറ്റിക്കൊണ്ടിരിക്കുക. സമയത്ത് എവിടെ അറിയാം? 3:30 ഞാൻ ആലോചിച്ചതേ, നമ്മൾ 2 ഫ്ലാസ്ക് ആയിരുന്നു എടുത്തത്. പിള്ളേര് അത് എവിടെ വെച്ചതെന്ന് ആലോചിക്കുന്നത്. കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോഴേ അവന് കാണാം അവന്റെ 1 വയസ്സ് കഴിഞ്ഞുള്ള റോഡ് ട്രിപ്പ് ചേച്ചിമാരുടെ കൊടുത്തിരുന്നു പോകുന്നത്. ആപ്പിളിന് ആപ്പിള്, ഓറഞ്ചിന് ഓറഞ്ച്. ഒരെണ്ണം തീരുമ്പോഴേക്കും അടുത്ത ആളുടെ കയ്യിൽ കാണുമ്പോൾ അത് തരാൻ പറഞ്ഞിട്ട് കൈ നീട്ടും. ആദ്യമേ പുള്ളി ഓറഞ്ച് തിന്നുമായിരുന്നേ.
അത് കഴിഞ്ഞിട്ട് തീർന്നപ്പം മാളുവിൻ്റെ അടുത്ത് ആപ്പിൾ ഇരിക്കുക. അപ്പം ആപ്പിളി എന്ന് പറഞ്ഞു. അപ്പം മാൾ ആപ്പിൾ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ചക്കിയുടെ കയ്യിൽ ഓറഞ്ച് ഇരിക്കണത് പിന്നെയും കണ്ടത്. അപ്പം പിന്നെ ഓറഞ്ച് വേണം. അതെ, ജോണിക്കുട്ടി മൂലക്ക് ഇരിക്കുന്ന പോലെ ഇരിക്കാം. ശരിയല്ലേ? പിള്ളേര് വലുതായി കഴിയുമ്പോ ഇതാണ് ചുമ്മാ എല്ലാരും അങ്ങനെയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. ഇത് നല്ല മഴയും ഇതൊക്കെയായിരുന്നു ഈ ആഴ്ച പറഞ്ഞിരുന്നത്. പക്ഷെ കാലാവസ്ഥ അങ്ങ് മാറി. നല്ല കാലാവസ്ഥയല്ലേ? നേരത്തേക്ക് ചടിക്കും. ഭയങ്കര പൂച്ചക്കളിയാ. പിന്നെ ഞാൻ ഇവിടെ നിന്ന് അധികം അങ്ങോട്ട് കൊഞ്ചിക്കുന്നില്ല. പിന്നെ ഞാൻ എടുക്കേണ്ടി വരും ഇവിടെ. കൊടുത്തോ? നല്ലതാണ്, ഇഷ്ടമായതാ. ഞാൻ നോക്കിയപ്പോ കൊളാജനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാ പിന്നെ ഇരിക്കട്ടെ. ഇന്നലെ ഫുട്ബോൾ കഴിഞ്ഞ് കിടന്നപ്പോൾ തന്നെ 2:30 കണ്ടായില്ലേ. അത് കഴിഞ്ഞ് രാവിലെ എണീക്കേണ്ടി വന്നു. പിന്നെ സുഖമായിട്ട് ഉറക്കം ശരിയായില്ല. എനിക്കതുകൊണ്ട് ചെറിയൊരു ലക്കായി. എന്നാന്ന് വെച്ചാൽ സാധാരണ നമ്മളിങ്ങനെ റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്താൽ വിജയം 100-100-ലാണ്. അതായത് ഒന്നും പ്രശ്നമില്ല, ചാടി ഇറങ്ങി ഓടി വാരിക്കെട്ടി പോകും. നൈറ്റ് കഴിഞ്ഞ് നേരെ വണ്ടി കൊണ്ട് ഹോസ്പിറ്റലിന്റെ വാതക്കേന്ന് കൂട്ടിക്കൊണ്ട് പോവുക ചെയ്യാറ്. പക്ഷെ ഇന്നലെ കളി ഉള്ളതുകൊണ്ട് ഇവരെല്ലാം ലേറ്റ് ആവുകയും ചെയ്തു. എനിക്ക് നൈറ്റ് കഴിഞ്ഞ് വന്നു കഴിയുമ്പം കിടന്നുറങ്ങാനുള്ളൊരു സമയം അടിപൊളി. എനിക്കോട് നിങ്ങൾ ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു എല്ലാവരും അല്ലേ? എല്ലാവരും ഉറങ്ങിപ്പോയി. എഴുന്നേറ്റപ്പോൾ കണ്ടിച്ചിട്ട് ലേറ്റ് ആയി. അതുകൊണ്ട് എനിക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി രാവിലെ. അതുകൊണ്ട് ക്ഷീണം കുറവുണ്ട് കേട്ടോ. ഒരു 14 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ പിന്നെ വളയ്ക്കണം. അതുവരെ വളയ്ക്കണ്ട അല്ലേ? കലങ്ങിയില്ല. ക്ഷീണം ശരിക്കും അറിയാനുണ്ട്. തമാശ ഒന്നും തമാശയായിട്ട് വരുന്നില്ല. 14 കിലോമീറ്റർ സ്ട്രൈറ്റ് അല്ലല്ലോ. അതായത് ചെറിയ വളവുകൾ അതിനിട്ട് കീറി ഓൾറെഡി ചളിക്ക് പോയി. നമ്മൾ നേരത്തെയൊക്കെ ട്രിപ്പ് പോകുമ്പോഴേ ചിപ്സ്, ബിസ്ക്കറ്റ് അല്ലെ അങ്ങനെയുള്ള സ്നാക്സ് എടുക്കുന്നതാണ് കൂടുതൽ സന്തോഷം. പക്ഷെ എനിക്കിവിടെ സമ്മർ ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഇപ്രാവശ്യം അല്ലെ ഫ്രൂട്ട്സ്, നല്ല വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള വെജീസ് അങ്ങനെയുള്ള സംഭവത്തിനോടൊക്കെയാണ് ഒരു കൊതി തോന്നുന്നത്. ഇപ്പൊ നല്ല സമ്മറല്ലേ, കുറച്ച് ഉള്ളിൽ തണുപ്പ് കിട്ടുന്നതും ഒരു ജ്യൂസ് ആയിട്ടുള്ള അതുകൊണ്ടായിരിക്കാം. സംസാരത്തിനൊക്കെ നല്ല ക്ഷീണമാട്ടോ. ആണോ? ഞാൻ ഇച്ചിരി ഉഷാറായി വരുന്നുണ്ട്. അല്ല, ഞാനേ അവിടെ അത്ര നേരം കുറച്ച് നിങ്ങളെ സാധനം വാങ്ങാൻ വേണ്ടി പോയി അത്ര ഇരിക്കല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോ നമ്മളങ്ങ് ഉറങ്ങിപ്പോയോ പയ്യെ നൈസായിട്ട് പവറാവും. കുറച്ച് കഴിയുമ്പോ പവറാവും. അതേല്ലേ? പപ്പയ്ക്ക് പവറാക്കാൻ വേണ്ടിട്ട് ചക്കിയുടെ കയ്യിൽ എന്തോ ടെക്നിക്ക് ഉണ്ട്. എന്നാ ചക്കിയെ കാണിച്ചേ? എന്റെ കണ്ണിലോട്ടുണ്ടാ? പണ്ട് നമ്മളെ ഇങ്ങനെ എപ്പോ ഓറഞ്ച് വീട്ടിൽ മേടിച്ചുകൊണ്ട് എന്നാലും കഴിക്കാതിരുന്ന് കഴിയുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിളിക്കും. ആര് നോക്കണം, നോക്കുമ്പോ തന്നെ കണ്ണിലോട്ട് ഒറ്റ ഞെക്കല. എന്തെല്ലാം പരിപാടിയായിരുന്നല്ലോ. അതിന് കണ്ണിന് വൈറ്റമിൻസ് കിട്ടുമെന്ന്. ആഹാ. കളിയും മ്യാവ് കുറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ആശം പയ്യെ ഉറങ്ങാനുള്ള സെറ്റപ്പിലാന്ന് തോന്നുന്നു. സ്കൈ നല്ല ക്ലിയർ അല്ലേ? നല്ല തെളിഞ്ഞ കാലാവസ്ഥ കേട്ടോ. നിങ്ങൾ ചെയ്തോ? എന്നാ പരിപാടി? അവന്റെ ഉറക്കം പോയി. ഞങ്ങളോട് വർത്താനം പറയാൻ. എന്റെ ഫേവറേറ്റ് കളർ ബ്ലൂ. എന്നെ ചെയ്യണേ പറ. മറ്റേ ചക്കി ഞാനും മറ്റവരുടെ ഫേവറേറ്റ് കാര്യം ഉണ്ടെന്ന് പറയാൻ ചോദിക്കും. ചക്കി പറയും അവളുടെ ഫേവറേറ്റ്, എന്നിട്ട് എന്റെ ഫേവറേറ്റ് പറയും. എന്നിട്ട് ഞാൻ പറയും ചക്കിന്റെ ഫേവറേറ്റ്, എന്നിട്ട് എന്റെ ഫേവറേറ്റ്. അതിന് കറക്റ്റ് ആയി കിട്ടും നോക്കാനാണ്. ആർക്കാരെ നന്നായിട്ട് അറിയാമെന്നറിയാനാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ഏതാ എനിക്കറിയണ്ട. നിങ്ങളിൽ ആർക്കാണ് ജോണിക്കുട്ടീനെ നന്നായിട്ട് അറിയുന്നതെന്നാ. കുട്ടീനെ ആർക്കറിയുന്നേ? ജോണിക്കുട്ടിക്ക്. ചക്കിന്റെ ഫേവറേറ്റ് എനിക്ക് തോന്നുന്ന പിസ്സയാണ്. എന്റെയും പിസ്സ. ഓക്കെ, ചക്കിന്റെ ഫുഡ്. എന്റെ ഫേവറേറ്റ് ബട്ടർ ചിക്കൻ പിസ്സ മാളുവിന്റെ പിസ്സയാണ്.
ചെവി തുറന്നു വെച്ച് കേട്ടേക്കുവാണോ? നീ പറഞ്ഞോ നീ പറഞ്ഞ എന്റെ ഫേവറേറ്റ് ബട്ടർ ചിക്കൻ പിസ്സ നിന്റെ പിസ്സ. ഞാൻ നിന്റെ പിസ്സ അത് കറക്റ്റ് ആണ്. സ്പെസിഫിക് ആയില്ല. ഓട്സൊക്കെ വിളഞ്ഞ് കുനിഞ്ഞു നിൽക്കുവാണ്. ഇളവെടുക്കാറായതുകൊണ്ട് നമ്മളെ പ്ലാൻ ചെയ്തിട്ടതല്ല. പക്ഷെ നോക്ക്, ഇച്ചായനും ബ്ലാക്ക്, ചക്കിക്ക് ബ്ലാക്ക്, മാളുവിന് ബ്ലാക്ക്, എസക്കുട്ടിക്കും ജോണിക്കുട്ടിക്കും മാത്രം ഡിഫറെന്റ് കളറ്. ഈവൻ മമ്മയ്ക്കും ബ്ലാക്ക്. അതെന്നാ സംഭവം അറിയാമോ? അത് ഇവിടെ കൂടുതൽ വൈറ്റും ബ്ലാക്കും ആണ് കോമൺ ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് എപ്പോഴും വൈറ്റിലെ ബ്ലാക്ക് ആണ് ഞാൻ എടുത്തത് സാധാരണ. ഓക്കെ, ക്രീം ചീസും റൈസ് കേക്കും, സീഡ്സ് ഇട്ടിട്ടുള്ള റൈസ് കേക്ക് ആട്ടോ. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്നാക്ക്. അച്ചോ, ഇരുന്നിട്ട് ഉറങ്ങി ഇരുന്നിട്ട് കിടത്തതിനെ. എന്റെ പാൻ്റെ മമ്മിക്കൂടെ കൊടുത്തു. പപ്പിക്കിനി വേണോ? കിലോമീറ്ററായി. കഴിക്കുന്നുണ്ടോ അല്ലെ പോണോ? ഞാനിപ്പോ ചാർജ് ഞാനാണ് ചാർജ് ആയി പോയത്. നമുക്ക് മൊത്തം 500 കിലോമീറ്റർ ആണ് പോകേണ്ടത്. അപ്പൊ ഇന്ന് അവിടെ ചെല്ലുവാണെങ്കിൽ നമുക്ക് പിന്നെ അവിടെ എത്ര ദിവസങ്ങൾ സമയം കിട്ടുന്നുണ്ട്. കണ്ണു തുറന്ന് എഴുന്നേറ്റ് അപ്പൊ എനിക്ക് വിശക്കും. നല്ലത് ഉറങ്ങുന്നോ? നമുക്കവിടെ മീൻ പിടിച്ചാൻ പോകാൻ പറ്റില്ല. പിന്നെ ഈ പ്രാവശ്യം ഫിൻലൻഡിലെ കാട്ടിലൂടെ ചുമ്മാ ഓടി കയറി ചെയ്യാൻ പാടില്ല. എല്ലാ പ്രാവശ്യങ്ങളിലും കൂടുതലുണ്ട് പാമ്പുകള്. അതുകൊണ്ട് സൂക്ഷിക്കാം. ക്യാമറ ഇതുണ്ട് ഔത്ത്. ആണോ? ഞാൻ വന്ന് മാറ്റി തന്നോ? മാള് കൂടെ മോനെ. ചെക്ക് ഫ്രിഡ്ജ് ഗ്യാസിൽ ഓൺ ചെയ്തേരേ. ഞാനൊന്ന് പയ്യെ ഒന്ന് മയങ്ങാം. ചിക്കൊന്ന് മയങ്ങി വന്നപ്പോഴേക്കും ഞാൻ എണീപ്പിച്ചു അല്ലേ? ഞാൻ എണീപ്പിച്ചില്ല, എന്നോട് പറഞ്ഞില്ലേ, നിർത്താൻ പറഞ്ഞില്ലായിരുന്നു. ഗ്യാസിൽ ഓൺ ചെയ്തേരേ. ആ അല്ല, ഗ്യാസിന്റെ ഓൺ ആക്കിയാലേ എല്ലാം ഓൺ ആണോ നോക്കിയേ? അല്ലല്ല, ഹീറ്റിങ്ങിന് മാത്രം ചെയ്യണ്ട, ബാക്കി ചെയ്താൽ മതി. ഹീറ്റിന് ചെയ്യണ്ടേ? എന്നാടാ കള്ളതാക്കന്മാരെ? എന്നാ ചെയ്യാടാ? എന്നാ ചെയ്യാടാ? പൂവല്ല, ചിക്കൻ മുട്ട പുഴുങ്ങുന്നു. ട്യൂണ സാലഡ് ഉണ്ടാക്കുവാണ്. പപ്പനെ കിക്കിലി ഇടുവാണോ? പപ്പനെ കിക്കിലി ഇടുവാണോ? കിക്കിലി ഇടുവാണോ? പിള്ളേർക്ക് നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു പാസ്ത ജസ്റ്റ് വേവിച്ചു കൊണ്ടുവന്നായിരുന്നേ. അന്നേരപ്പം കുറച്ച് ബട്ടറിനകത്ത് ഒണിയൻ ഇങ്ങനെ നല്ലതായിട്ട് സോട്ട് ചെയ്ത് അതിലോട്ട് നമ്മുടെ ഫ്രോസൺ ചീര ക്യൂബ്സ് ഉണ്ടല്ലോ, അപ്പം അത് ഇതുപോലെ സ്പിനാച്ചിൻ്റെ ചോപ്ഡ് ക്യൂബ്സ് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് ആളാൻ വീതം ഒരു ഈരണ്ടണം വീതം ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കുറച്ച് ടൊമാറ്റോ പേസ്റ്റും ഉണ്ടായിരുന്നു, അതും ചേർത്ത് ആവശ്യം ഉപ്പും ഫ്രഷ് ചില്ലിയും എന്നാടാവേ ചേർത്തിട്ട് ഇനി ക്രീം ഒഴിച്ച് പസ്ത ഇട്ട് ഇളക്കാൻ പോവാട്ടോ. വെള്ളം കാക്ക വെള്ളം വെള്ളം പൂവക്കുട്ടിക്ക് വെള്ളത്തിൽ പോണം. കാറ്റ നമുക്ക് വെള്ളത്തിൽ പോകണ്ട. വെള്ളത്തിൽ പോയാലേ നീ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകത്തില്ലേ? വെള്ളം വെള്ളം
ഇപ്പോൾ ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ട് വന്ന പാസ്തയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം സ്പിനാച്ച് പാസ്ത നമ്മുടെ ഒരു ഫേവറേറ്റ് സാധനം കേട്ടോ അത് സെറ്റായിട്ടുണ്ട്. സാലഡിനുള്ളത് ഇങ്ങനെ അരിഞ്ഞ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നൊക്കെ ഇപ്പം അരിഞ്ഞത് സാലഡ്, ലീഫ് അരിഞ്ഞു, ടൊമാറ്റോസ്, കുക്കുമ്പർ അരിഞ്ഞു അല്ലേ? അപ്പം ഇത് ട്യൂണ, ഓയിലിൽ കിടന്ന ട്യൂണയാണ്. പിന്നെ അതിൻ്റെ നമ്മുടെ ചീസുണ്ട്, ഫെറ്റ ചീസുണ്ട്. പിന്നെ പ്രോൺസ് റെഡി ടു ഈറ്റ് ആണ് നമുക്ക് സാലഡിൽ ചേർക്കുന്ന ടൈപ്പ്. പിന്നെ ചെറി ടൊമാറ്റോസ് ഉണ്ട്, പാർമസൺ ചീസ് ഉണ്ടല്ലോ, അത് ഗ്രേറ്റഡ് നമുക്ക് മേടിക്കാൻ കിട്ടിയിരുന്നു. അതാട്ടി വൈറ്റ് കിടക്കുന്നത് ഇതുണ്ടോ, ഇതൊക്കെ അങ്ങനത്തെ ചീസാണ്. അപ്പം അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് റെഡ് അണിയൻ ഇട്ടിട്ടുണ്ട്. അപ്പം കുക്കുമ്പറൊക്കെ കട്ട് ചെയ്ത് എല്ലാം ഓൾറെഡി മിക്സ്ഡ് ആണ്. ഇനി അതിലേക്ക് സാലഡ് നമ്മൾ അവരവരുടെ പ്ലേറ്റിൽ ചെയ്താൽ മതി. മിക്സ് ചെയ്യണ്ട, ഒരുമിച്ച് മിക്സ് ചെയ്യണ്ട. പിന്നെ ലെമൺ നമ്മൾ വെക്കുന്നുണ്ട്. സ്വന്തം പാത്രത്തിൽ അതിൽ നിന്ന് കോരി എടുത്താൽ മതി. പിന്നെ നമ്മൾ മുട്ട ഇടുന്നുണ്ട്. മുട്ടയുടെ മേളിലിടും കുരുമുളക് മുഴുവൻ ഇടണ്ട, മുട്ടയുടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടോസ് ചെയ്ത് ഇളക്കി എടുക്കുവാണ്. അവൻ തന്നെ അവനെ കുഞ്ഞാവേ എന്നാണ് വിളിക്കുന്നത്. കുഞ്ഞാവേ സീറ്റാ പോണോ? ആ പൊന്നിന് സീറ്റ് എടുത്താട്ടോ. അവന്റെ സീറ്റ് എഴുതിയാൽ മതി. I don't know. Good boy ആയിട്ടിരുന്നേ. ഒരു പ്ലാസ്റ്റർ അവനിവിടെ തകർക്കാൻ പാടുള്ള എല്ലാ സംവിധാനവും ഉണ്ട് കേട്ടോ. എളുപ്പമായിട്ട് കൊടുക്കാനാ. തരാം കുഞ്ഞിന് തരാം. ഒരു പ്ലാസ്റ്റർ വരും. അപ്പൊ തരാടാവേ. ഓ അവള് നോക്കിയിരുന്നു കേട്ടോ മനോ കഴിക്കുന്നേ. പ്ലേറ്റ് എടുത്തേ. ചിക്കു അവൻ്റെ അടുത്ത് നിന്ന് കഴിച്ചോ. മറിച്ച് കളഞ്ഞോ. അമ്മ തരാവേ. മാളു എഴുന്നേക്കാം അതിന്റെ ഇടയിൽ നിന്ന് മാറാം. എല്ലാവർക്കും പാസ്ത വിളമ്പ്. ഓക്കെ അമ്മയാണോ നോക്കി. ഓ കുക്കൂക്കെ നല്ലതാണോ? രസക്കുട്ടി താഴെ കളയാണ്ട് കഴിച്ചേ. കൊടയല്ല കേട്ടോ. അത് വേണ്ട വേണോ? യാത്രയിൽ സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിലും തീർന്നോളൂ, പരാതി ഇല്ലാണ്ട് കഴിക്കും. നല്ല ഫ്രഷ് ഫീൽ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. തീർന്നു വഴിയുണ്ടല്ലോ അല്ലേ? ഇങ്ങനെയൊക്കെ ചോദിച്ചു വാങ്ങുന്നത് കേൾക്കുമ്പോൾ പ്രത്യേക സന്തോഷം. കുട്ടിച്ചു കൊടുക്കുക. ഇരിക്കുന്ന മൊത്തം നിന്ന് നിൽക്കുന്നത് വേസ്റ്റ് ചെയ്യല്ലേ? ഒട്ടും വേസ്റ്റ് ആക്കില്ല കേട്ടോ. I love you. സൈഡില് മോസ്കിറ്റോ നെറ്റ് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ആക്കി ചെറിയൊരു ബയ്യ തരാം. ഇച്ചിരി കഴിച്ചോളൂ. ഇത് ചെറിയ ക്യാരവാനാണ്, ഇത്തിരി വലിപ്പമില്ല. നമ്മുടെ ഫ്രണ്ടിന്റെ ആണ്. ഒരാഴ്ചത്തേക്കുള്ള ഫ്രണ്ട്. എനിക്ക് ബാക്കി ഉണ്ടെന്ന് പാത്രം നോക്കി ഞാൻ എടുത്തു വെക്കുക കേട്ടോ. പേപ്പർ പ്ലേറ്റ് ആണ് നമ്മൾ കളയുവാണ്, വേറെ പരിപാടി ഇല്ല. എന്തിനാ പോണ? കുക്കു തരാം. കുക്കു പ്ലേറ്റ് ഉണ്ട്, മെസ്സ് കഴിക്കാം. ഇതാണോ എന്നതാ ചോദിക്കുന്നേ? കുക്കുംബർ
ഇതാണോ ഇതാണോ കുക്കുംബറ എന്നാ വേണ്ടിയേ ടൂണ വേണോ പാസ്ത വേണോ ഇതാണോ നോ പിന്നെ എന്നതാ ഇതാണോ വേണ്ടിയേ നോ 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 ഓക്കെ പാസ്ത വേണോ ഇതാണോ അയ്യോ ഇതെന്താ എങ്ങനെ പോവാം നമുക്ക്? കുട്ടികളെ നമ്മളിത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പാത്രങ്ങൾ സ്റ്റേബിൾ ആയിട്ട് വെച്ചില്ലാന്നുണ്ടെങ്കിൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴേക്കും ലോക്കായിട്ട് ഇതിന് മുഴുവൻ ചാടി ചാടി പോവും. ഇപ്പൊ എല്ലാം നമ്മൾ സിങ്കിനകത്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനിയിപ്പോ നമ്മള് സെറ്റ് ആവുന്ന സ്ഥലത്ത് പോയിട്ട് ഇതെല്ലാം കഴുകി അടിച്ച് പർഫെക്റ്റ് ചെയ്യാം. കുട്ടി പൂവല്ലേ സമയം 7:30 കേട്ടോ. അപ്പം നമുക്കൊരു 2 മണിക്കൂറുകൊണ്ട് ഡ്രൈവ് ചെയ്യാം. ആക്ച്വലി ഞങ്ങൾ പോകുന്നത് ഫിൻലൻഡിലെ ഒരു നാഷണൽ പാർക്കാണ്, കോളി എന്ന് പറയും. അപ്പം നടക്കാനൊക്കെ ഉള്ള സ്ഥലമാണ്, ഫോറസ്റ്റ് ആണ്. അപ്പം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേച്ചറിൽ പോയിരിക്കുക, നടക്കുക. ഓക്കെ. ഫുഡ് കഴിച്ച് എല്ലാവരും ക്ഷീണത്തിലായിട്ടുണ്ട്. അവിടെ ഭയങ്കര മ്യാവും കളിയും ഇച്ചിരി പ്രകടനങ്ങളൊക്കെയാണ്. ചക്കയ്ക്ക് ഇന്നലെ ഉറക്കം ലേറ്റ് ആയതിൻ്റെയാണോ ക്ഷീണം ഇച്ചിരി കൂടുതലുണ്ട് അല്ലേ? ഫുഡ് ഇന്നെല്ലാം നമ്മുടെ സമയം തെറ്റിപ്പോയില്ല. അപ്പം അതിൻ്റെ ക്ഷീണം നല്ലതായിട്ട് അറിയാനുണ്ട്. നല്ല തെളിച്ചം തന്നെയാണ് കേട്ടോ. ഇരുട്ട് ചെറുതായിട്ടൊന്ന് മഴ പെയ്യുന്ന ആദ്യം നമ്മൾ വിചാരിച്ചു പോരുന്ന വഴിക്ക് കണ്ടപ്പം, പക്ഷേ ഇല്ല, നല്ല തെളിച്ചം തന്നെയാണ്. സമയം രാത്രി 11 മണിയായിട്ടോ, 10:57. എല്ലാവരും ഉറക്കമാണ്. ഇനി 10-30 കിലോമീറ്റർ പോകാനുണ്ട്. ഇവിടെ ബസ് സ്റ്റോപ്പ് കണ്ടോ? അടുത്തോ ദാഹിച്ചു, പക്ഷെ ദാഹിക്കണോ? നമുക്ക് എടുത്ത് കുടിക്കണം. വെള്ളം എടുക്കണം. വാട്ടർ ബോട്ടിൽ കുട്ടി ഇവിടുന്ന് ഉറങ്ങണ്ടേ? നമുക്ക് ഉറങ്ങണ്ടേ? അങ്ങനെ ഞങ്ങൾ കിടന്നതായിരുന്നു. കിടന്നു കഴിഞ്ഞപ്പോഴേക്കും ചോറ് ഇരിക്കുന്നതിനകത്ത് ഇച്ചിരി മോരും പ്രോബയോട്ടിക്സ് ഉണ്ടാക്കുവാണ്. അപ്പൊ നാളെ രാവിലെ അത് കഴിക്കാനെന്ന് പറഞ്ഞു. ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ഒന്നും ചെയ്തില്ലെങ്കിൽ നാളത്തേക്ക് അതിലോട്ട് തൈര്, കറിവേപ്പില, ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ചുവന്ന സവോള, പിന്നെ കുറച്ച് കാന്താരിമുളക് ഉണ്ട്. അപ്പൊ അത്രയെല്ലാം ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് മൂടി വെക്കാൻ പോകട്ടോ. അപ്പൊ നാളത്തേക്ക് പഴങ്കഞ്ഞി റെഡി. ലൈറ്റ് ഓൺ ചെയ്യും. അങ്ങനെ നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുവാണ്. എസക്കുട്ടി ഓക്കെ അല്ലേ? താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. എവിടെ നോക്കി ടാറ്റ പറഞ്ഞേ? ബൈ 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 ടാറ്റ. നല്ല ക്ഷീണം.